പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് സൗദി അറേബ്യയിലേക്ക് പോവുകയായിരുന്ന സാക്കി വിഷൻ എന്ന കപ്പൽ സുരക്ഷിത താവളം തേടി കൊല്ലം തുറമുഖത്ത് നങ്കൂരമിട്ടു. ചൈനയിൽ നിർമ്മിച്ച് സൗദിയിലെ റാഫ് തനൂറ തുറമുഖത്തേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള യാത്ര പ്രതിസന്ധിയിലായത്. തുടർന്ന് ഷിപ്പിംഗ് ഏജൻസി വഴി അനുമതി വാങ്ങിയ കപ്പൽ കൊല്ലത്ത് അടുപ്പിക്കുകയായിരുന്നു. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ സ്വദേശികളായ 12 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. ഇവർക്ക് കപ്പലിൽ തുടരാമെങ്കിലും പുറത്തിറങ്ങാൻ അനുമതിയില്ല. മേഖലയിലെ സംഘർഷത്തിന് അയവുണ്ടാകുന്നതുവരെ കപ്പൽ കൊല്ലത്ത് തുടരും. കല്ലട പദ്ധതിയുടെ ഭാഗമായ ചവറ ഡിസ്ട്രിബ്യൂട്ടറി കനാലിലൂടെ വെള്ളം തുറന്നുവിടാത്തത് മൂലം വേങ്ങ, കോവൂർ, തേവലക്കര മേഖലകളിൽ കുടിവെള്ളക്ഷാമവും കാർഷിക പ്രതിസന്ധിയും രൂക്ഷമാകുന്നു. മുൻപ് കൃത്യമായ വെള്ളം എത്തിയിരുന്ന കനാൽ അറ്റകുറ്റപ്പണികളുടെ പോരായ്മയും കാടുമൂടിയ അവസ്ഥയും കാരണം മാർച്ച് മാസമായിട്ടും തുറക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കുടിവെള്ള പദ്ധതികളിലെ പമ്പ് ആഴ്ചയിൽ 2 ദിവസമായി പരിമിതപ്പെടുത്തിയതും കിണറുകൾ വറ്റിയതും ജനങ്ങളെ കടുത്ത ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. തൃപ്തികരമല്ലാത്ത കനാൽ ശുചീകരണവും ഫണ്ടിന്റെ കുറവുമാണ് പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്. അടിയന്തരമായി കനാൽ തുറന്ന് കുടിവെള്ളം ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ശ്വാസമുട്ടലിന് ചികിത്സ തേടിയെത്തിയ 18കാരിക്ക് മാറി പേവിഷബാധയ്ക്കുള്ള വാക്സിൻ കുത്തിവെച്ചു. തെരുവുനായ്ക്ക് കടിയേറ്റവർക്കായി മാറ്റിവെച്ചിരുന്ന വാക്സിൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് ആളുമാറി പെൺകുട്ടിക്ക് നൽകുകയായിരുന്നു. സംഭവത്തിൽ ബന്ധുക്കൾ പ്രതിഷേധിച്ചതോടുകൂടി ആശുപത്രി അധികൃതർ ഇടപെടുകയും അന്വേഷണത്തിനായി ഡോക്ടർമാരുടെ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. നൽകിയത് വാക്സിന്റെ ടെസ്റ്റ് ഡോസ് മാത്രമാണെന്നും ഇത് പെൺകുട്ടിയുടെ ആരോഗ്യത്തിന് ഭീഷണിയല്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. വീഴ്ച വരുത്തിയ നഴ്സുമാരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. കുതിരയെ തല്ലിയ കേസിൽ കോടതിയിൽ മൊഴി നൽകിയതിലുള്ള വിരോധത്താൽ അയത്തിൽ സ്വദേശി റെജിനെ ക്രൂരമായി മർദ്ദിച്ച 5 അംഗ ഗുണ്ടാ സംഘത്തെ ഇരവിപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. 1-ാം പ്രതി ഉൾപ്പെടെയുള്ള സംഘം ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവാവിനെ ഓട്ടോറിക്ഷയിൽ തട്ടിക്കൊണ്ടുപോയ ആയുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഇന്നത്തെ സ്വർണ്ണവില: പവന് 1,24,680 രൂപ, ഗ്രാമിന് 15,585 രൂപ.